നിന്നൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. വേറെ ഒരു വികസനം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വലിയ റോഡുകളും പാലങ്ങളൊക്കെ വരട്ടെ, അതൊക്കെ നാടിന്റെ ഉന്നമനാണ്, പുരോഗതിയാണ്. പക്ഷെ അതാണ് വികസനം എന്നുള്ള ആ ഒരു മൂഢധാരണ മാറ്റിയിട്ട് ജനങ്ങളുടെ ബേസിക് നീഡായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ, അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉന്നമനം കൊണ്ടുവരിക എന്നുള്ളത്, ഒരു 24 മണിക്കൂർ നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങളോട് തുറന്നിരിക്കുന്ന ഒരു ബോധം അതുണ്ടായാൽ മതി. അവർക്ക് അവിടെ ചെന്ന് റെഫറൻസ് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, പിന്നെ ആംബുലൻസ് പോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവർക്ക് നമുക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു ടെൻഷൻ, എന്നെ സംബന്ധിച്ചിടത്തോളം, കാരണം നമുക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഈ വാർദ്ധക്യത്തിലുള്ള ആളുകളുള്ള അല്ലെങ്കിൽ കിടപ്പ് രോഗികളായ ആളുകളൊക്കെ ഉള്ള ഒരു പഞ്ചായത്ത് ആയതുകൊണ്ട് അവർക്ക് ആശ്രയിക്കുന്ന ഏത് നേരത്തും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ആശുപത്രി. പ്രൈവറ്റ് ഇടപെടൽ ഉണ്ടോന്ന് വരെ നമുക്ക് തീർച്ചയായിട്ടും അല്ലെന്നൊരു പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 10 കിലോമീറ്റർ സഞ്ചരിച്ചാലും നമ്മൾ എത്തിപ്പെടുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ട ദൂരമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഇടയിൽ നമ്മൾ എത്ര സ്ഥലം കടന്നു പോകണം? ഇപ്പോഴത്തെ റോഡിന്റെ അവസ്ഥ, ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ സഞ്ചരിക്കാൻ നമുക്ക് എത്ര സമയം എടുക്കുന്നുണ്ട്? ഈ ഒരു അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഇത്തരം നമ്മളെ പഞ്ചായത്തിലുള്ള എല്ലാവരും ഒരുമിച്ചുള്ള ആരോഗ്യപരമായ സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ആവശ്യപ്പെട്ട ആളുകളിലേക്ക് ശ്രദ്ധ എത്തിച്ചുകൊണ്ട് അലനല്ലൂർ ആശുപത്രിയെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കിടത്തി ചികിത്സ സൗകര്യമുള്ള ഒരു ആശുപത്രിയാക്കി മാറ്റാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അലനല്ലൂരിന്റെ വികസനം എന്നുള്ളതിനെ കുറിച്ച് പറയാൻ പറ്റും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പിന്നെ ഉന്നമനം കണ്ടെത്താൻ കഴിയണം എന്നുള്ള. കാരണം വിദ്യാഭ്യാസപരമായിട്ട് അതിന് ഒരുപാട് ഗവൺമെന്റ് സ്കൂളുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ, ഒരു പ്രാഥമിക CHC അല്ലെങ്കിൽ PHC എന്നുള്ളതിന് മാറ്റിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഇവിടെ അങ്ങനെയാണ്. നമ്മൾ അലനല്ലൂരിന്റെ ഒരു ഭാഗ്യം അതാണ്. ഇവിടെ രാഷ്ട്രീയപരമായ കലാപങ്ങളോ പ്രശ്നങ്ങളോ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരുമ ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്ക്, നാടിന്റെ ഐക്യത്തിന്, നാടിന്റെ ഉന്നമനത്തിനോട് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നടക്കും. ഇവരെല്ലാവരും കൂടി വിചാരിച്ചാൽ നടക്കും എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. അതാണ് അലനല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം, അലനല്ലൂർ ഒരു നിവാസി എന്നുള്ള നിലക്ക്, അലനല്ലൂർ ഒരു പൗരൻ എന്നുള്ള നിലക്ക് എൻ്റെ അലനല്ലൂരിന്റെ ഏറ്റവും വലിയ ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, റോഡുകളൊക്കെ വരട്ടെ, ഇതൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ അലനല്ലൂരിലുള്ള എല്ലാ ആളുകളും, തീർച്ചയായിട്ടും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന, ഒരുപക്ഷെ ഇത് കാണുന്ന, ഇതിൽ ഇടപെടാൻ കഴിയുന്ന ആളുകളുണ്ടാവും. അവർ ഒന്നിച്ചു നിന്നുകൊണ്ട്, ആ തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകണം, ഒരു 6 മാസം കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ അലനല്ലൂരിന്റെ ഏറ്റവും വലിയ ആവശ്യമായിട്ട്, ആദ്യത്തെ ആവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കണമെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറയുന്നതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയം ഒന്നുമില്ല. ഞാനൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്.